നമ്മൾ തൃശ്ശൂർക്കാർ പെണ്ണുങ്ങൾ ഇച്ചിരി മടിച്ചുകളാണല്ലേ. കാരണം വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വേഗം ആശ്രയിക്കുന്നത് ബേക്കറിയെ മാത്രമായിരിക്കും. അല്ലാതെ ഈ മലബാറുകാരുടെ പോലെ നമ്മൾ ഈ ചട്ടിപ്പത്തിരി, ഇറച്ചി കേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മെനക്കിട്ട് വീട്ടിലുണ്ടാക്കാൻ ആരും തയ്യാറാവില്ല. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ, എൻ്റെ ഒരു അറിവും കൂടിയാണ്. ഇനി അതല്ല ആരെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ ഞാനിതേ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നമുക്ക് എന്നും ബേക്കറിയൊക്കെ തന്നെയല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ കുറേ ആയില്ലേ, അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം, ഗസ്റ്റിന് കൊടുക്കുകയും ചെയ്യാം എന്നുള്ള ഒരു മൈൻഡിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി, പഴം പൊരിച്ചുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കേക്ക്, ചിക്കൻ വെച്ചിട്ടുള്ളൊരു കേക്ക് പോലത്തെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും കേട്ടോ. സംഭവം അടിപൊളിയാണ്, പേരറിയില്ലെങ്കിലും. അങ്ങനെ ഇത് ജ്യൂസും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വിരുന്നുകാരൊക്കെ വന്ന് ഒക്കെ കൊടുത്ത് പോവുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഇത് ഞാൻ ഡെലിവറിക്ക് മുന്നേ വാങ്ങിച്ചു വെച്ചതാണ്, ഉണ്ണിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കതൊന്നും അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതായിരുന്നത് നമുക്ക് മീഷോന്ന് നല്ല ഓഫർ കിട്ടിയപ്പോൾ മേടിച്ചതായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ വൈകിട്ട് പുറത്ത് പോയതായിരുന്നു. എടപ്പാൾ പോയപ്പോൾ ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ഇതുപോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. തലവേദന വന്നപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ സ്നാക്സും കൂടെ കണ്ടപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങും. പിന്നെ എന്തെങ്കിലും വെറൈറ്റി, അതായത് ഞങ്ങൾ കഴിച്ച് നോക്കാത്ത ഇന്ന ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച്, മുന്നേ കഴിച്ചിട്ടുണ്ടാകും വേറെ ഒരു ഷോപ്പിൽ നിന്ന്, പക്ഷെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ മുന്നേ വാങ്ങിച്ച് കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടോ, ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഷവർമ, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നല്ല ഷവർമയും കഴിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം എടുത്തത് ബ്രെഡ് പോക്കറ്റ് ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ചായ കാരണം ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.